മരിച്ചവർക്കിടയിൽ ജീവിച്ചിരിക്കുന്നവന്റെ പുണ്യമെത്രയോ അതുപോലെയാണ് ദിക്ർ ചൊല്ലാത്തടത്ത് ദിക്ർ ചൊല്ലുന്നത്. കച്ചവടക്കാർ ദിക്ർ ചൊല്ലണം, കച്ചവടക്കാർ അങ്ങാടിയിൽ പോകുന്നവർ ദിക്ർ ചൊല്ലണേ. അല്ലാഹു സഹായിക്കട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വിഷയം അതാ, ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. ഈ പണിയില്ലാത്ത ചെറുപ്പക്കാരാണ് മഹല്ലിന് പണി തരുന്നത്. അവരാണ് പോലീസുകാർക്ക് പണി ഉണ്ടാക്കുന്നത്. ഒരു പണിയില്ലാത്തവര് ബൈക്കേറ്റ് അങ്ങനെ നടക്കുകയാണ്, കാറുണ്ട്, പെട്രോൾ അടിച്ച് അങ്ങനെ നടക്കുക. അപ്പൊ അങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നിപ്പോ എന്താ ചെയ്യുക, ഇന്നത്തെ അഡ്വഞ്ചർ എന്താ? ജോലി ചെയ്യണം ചെറുപ്പക്കാർ. ഈ മുതലാളിമാരെ മക്കളാണെങ്കിൽ പോലും ജോലി ചെയ്യണം. മുതലാളിമാരോട് പറയണം, നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത നിഅമത്തൊക്കെ ശരിയാണ്, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിച്ചോളി, പക്ഷെ മക്കൾക്കും തലമുറക്കും വേണ്ടി സമ്പാദിക്കണ്ട. മക്കൾക്ക് അവർ സമ്പാദിച്ചോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വത്തൊക്കെ അവരടിച്ച് പൊടിച്ച് നശിപ്പിക്കും. സമ്പത്തിന്റെ വില എന്താന്ന് മക്കൾക്ക് അറിയൂല. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കല്ലേ. അപ്പൊ അതാ ചെയ്യണത്. അവനവന്റെ ആവശ്യങ്ങളൊക്കെ തീർന്നിനി കുട്ടിയൊക്കെ എന്തെങ്കിലും ബാക്കി, അതൊന്നും നീ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടാണോ വാപ്പ പോയത്? അല്ല, നിങ്ങൾ അധ്വാനിച്ചില്ലേ, മക്കൾ അധ്വാനിക്കണം. അധ്വാനത്തിന് കൂലിണ്ട്. അല്ലാഹു ജോലി ചെയ്യാൻ പറയുന്ന ഹദീസാണ്, ആയത്താണിത്, പരിശുദ്ധ ഖുർആൻ. ജോലി ചെയ്യണം. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികൾ അല്ലാഹു ഭൂമിയിൽ എമ്പാടും വെച്ചിട്ടുണ്ട്. വെറൈറ്റി ഓഫ് ജോബ്സ്. എല്ലാവരും എഞ്ചിനീയർമാരും ഡോക്ടർമാരായ ആരെവിടെ മീൻ പിടിക്കാൻ പോവുക? അതുകൊണ്ടാണ് അല്ലാഹു ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ചിലർ പഠിക്കുന്ന എയറോനോട്ടിക്സ്, ചിലർ പഠിക്കുന്നത് ഫിസിയോതെറാപ്പി, ചിലർ പഠിക്കുന്നത് ഓട്ടോ മെക്കാനിസം. ഇങ്ങനെയൊക്കെ അള്ളാഹു ഓരോരുത്തർ, ചിലർ ടൈലറിങ്ങിന്, ചിലർ ഞാൻ കൂലിപ്പണി ജീവിച്ചോളാം. ഇവരൊക്കെ വേണ്ടേ ലോകത്ത്, എന്നാലല്ലേ കാര്യങ്ങൾ നടക്കൂ. സൂറത്തുൽ ആറാഫ്, വജഅൽനാ ലക്കും ഫീഹാ മആയിഷ, നിങ്ങൾക്ക് ജോലി തന്നവൻ അല്ലാഹു അല്ലയോ? ഖലീലം മാ തശ്കുറൂൻ, കിട്ടിയ ജോലിക്ക് നന്ദി ചെയ്യുന്നവരുണ്ടോ? നിങ്ങൾ കുറച്ചല്ലേ നന്ദി ചെയ്യുന്നുള്ളൂ. നമ്മൾ മലയാളികൾ എന്താ ചിന്തിക്കുക? പടച്ചോനെ, എന്റെ മുതലാളിക്ക് കിട്ടണ പൈസ എത്രയാ ഒരു ദിവസം, അതിൽ നിന്ന് എനിക്ക് തരുന്ന ശമ്പളം ഇത്ര. ഈ മുതലാളി തീരെ ശരിയില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ മലയാളികൾ ചിന്തിക്കുന്നത്. തമിഴന്മാർ ചിന്തിക്കും, പടച്ചോനെ, നമ്മൾ മുതലാളിക്ക് ரொம்ப പൈസ ഉണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ശമ്പളം തരാൻ പറ്റണത്, മുതലാളിൻ്റെ അടുത്ത് കായില്ലെങ്കിൽ എനിക്ക് ജോലി ഇല്ലല്ലോ. നമ്മൾ ഇന്ത്യക്ക് ഈ മുതലാളിനെ അട്ടിമറിച്ച് അടുത്തൊരു പുതിയ ഷോപ്പ് അടുത്ത് തന്നെ ഞാൻ തുടങ്ങും, 2 കൊല്ലം കഴിയട്ടെ, അല്ലേ? നിങ്ങൾക്ക് ജോലി കിട്ടിയതിനും ശമ്പളം കിട്ടിയതിനും നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? കിട്ടിയ ശമ്പളം എണ്ണം കുറഞ്ഞു, നല്ല വിഷയം. ജോലി ചെയ്യാൻ സാധിക്കാതെ മെഡിക്കൽ ടെസ്റ്റ് ഫെയിലാകുന്നവരില്ലേ? ജോലി ചെയ്യാൻ കഴിയാതെ ബെഡിൽ കിടക്കുന്നവരില്ലേ? നിനക്ക് ജോലി എത്ര കുറഞ്ഞ ശമ്പളമാണെങ്കിലും നീ അതിന് ശുക്ർ ചെയ്തോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. നിനക്ക് ജോലി തന്ന എംപ്ലോയർ, തന്റെ ജോലിക്കാരൻ, താൻ ഏത് സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുവോ അവൻ മുസ്ലിമോ അമുസ്ലിമോ ആയിരിക്കട്ടെ, പടച്ചവനെ നീ ഇയാൾക്ക് ബറക്കത്ത് ചെയ്താലല്ലയോ ഞങ്ങൾക്ക് ജോലി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? ഖുർആൻ പറയാ, നിങ്ങൾക്കൊക്കെ ജോലി ഞാൻ തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ശുക്ർ ചെയ്യാറില്ല, നിങ്ങൾ അപ്പ പിടിക്കും കൂടി. അവിടെ പൂട്ടിക്കണം. ഈ തുറപ്പിക്കാൻ ആരാ ഉണ്ടാവുക? പിന്നെ പൂട്ടിക്കാൻ എല്ലാവരും ഉണ്ട്. ആരാ തുറപ്പിക്കുക? ഇവിടെ ജോലി വേണ്ടേ? ഫാക്ടറികൾ പ്രവർത്തിക്കണ്ടേ? ജോലി ഓപ്പർച്യൂണിറ്റീസ് വേണ്ടേ? പൂട്ടിക്കാൻ സമരം പിടിച്ച് നടന്ന് നാട്ടിലെ ജോലി സാധ്യതകൾ പൂട്ടിവെക്കലാണോ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യേണ്ട നന്ദി? ഖലീലം മാ തശ്കുറൂൻ, ജോലി കിട്ടിയതിന് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലല്ലേ? അള്ളാഹു ചോദിക്കുക. ചെറുതും വലുതും ജോലിയുള്ളവർ നന്ദി ചെയ്തോളി. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളൂ കിട്ടിയ ജോലിക്ക്. അൽഹംദുലില്ലാ. ജോലി ഇല്ലാത്തവനും പറഞ്ഞു അൽഹംദുലില്ലാ. ഖലീലം മാ തശ്കുറൂൻ മിനദ്ദുനൂബി ദുനൂബ്. അപ്പോൾ ഓർമ്മ വരുന്നു, പണിയില്ലാത്തവരോട് ഇരിക്കുന്നുണ്ടല്ലോ ജോലി ഇല്ലാത്തവര്. അല്ലാഹു ഖൈറായ ജോലി തരട്ടെ. ജോലിയിൽ ടെൻഷൻ ഉള്ളവരുണ്ട്, ഭയങ്കര തലവേദന. ആ മാനേജർ ജീവിക്കുന്ന കാലത്തോളം എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവിടെ. ഒരു ലൈൻ മാനേജറെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസറെ കുറിച്ച് ജോലിയിൽ ടെൻഷൻ. അതിനൊക്കെ കൂലുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതിനൊക്കെ കൂലുണ്ട്. ചിലരൊക്കെ ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ കരയണത് കാണാം. കരഞ്ഞിട്ടാ പോണത്. റബ്ബേ, എന്റെ അറബിന്റെ അടുത്തേക്കാണ് ഞാൻ പോണത്, പടച്ചോനെ എഫ്തിരിക്കാൻ ഞാൻ കയറാൻ പോണെന്ന്, അടുത്ത ലീവ് പെരുന്നാക്ക് 1/2 ദിവസം കിട്ടിയെങ്കിലായി. കരയാണ് ജോലിയിലെ പ്രയാസം ആലോചിച്ചിട്ട്. ഹദീസ് കേൾക്കണം നിങ്ങൾക്ക്. മിനദ്ദുനൂബി ദുനൂബ് ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈശ.
ഇങ്ങനെ മിനൽ ദുനൂബി ദുനൂബുൻ, തെറ്റുകളിൽ ചില തെറ്റുകളുണ്ട്. ലാ യുകഫിറുഹാ, ആ തെറ്റ് പൊറുക്കപ്പെടണമെങ്കിൽ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈഷ, ജോലി അന്വേഷിച്ച് ടെൻഷൻ അടിക്കലല്ലാതെ ആ തെറ്റ് പൊറുക്കപ്പെടാൻ വേറെ വഴിയില്ല. അങ്ങനത്തെ ചില തെറ്റുകളുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ 2 ഇന്റർവ്യൂ കഴിഞ്ഞു, ആരും വിളിച്ചിട്ടില്ല, പതുക്കാൻ തുടങ്ങി. പടച്ചറബ്ബേ 3 ഇന്റർവ്യൂ കഴിഞ്ഞു, 4 കഴിഞ്ഞു, ഇതുവരെ ജോലി ഓഫർ വന്നിട്ടില്ല. ഇങ്ങനെ ജോലിയെ കുറിച്ചുള്ള ടെൻഷൻ കൊണ്ട് എത്രയോ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇനി എന്താ വേണ്ടത്? ഇന്ന മിനൽ ദുനൂബി ദുനൂബൻ മിനൽ ദുനൂബി ദുനൂബുൻ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈഷ. ജോലി അന്വേഷിച്ച് നടക്കുകയാണ്, വിസക്ക് അപ്ലൈ ചെയ്തു, റിജക്ട്. ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തു, ഫെയിൽ. ജോലി അപേക്ഷിച്ചു, റിജക്റ്റഡ്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജോലിയില്ലല്ലോ പടച്ചവനെ എന്ന് ചിന്തിക്കുന്ന മനസ്സിന്റെ വിഷമം, ആ വിഷമം കൊണ്ട് മാത്രം പൊറുക്കപ്പെടുന്ന ചില തെറ്റുകളുണ്ട്. ആ തെറ്റിന് പ്രായശ്ചിത്തം ഈ ടെൻഷനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അങ്ങനെ ടെൻഷൻ ഇല്ലെങ്കിൽ, മഈശത്തിനെ കുറിച്ചുള്ള ടെൻഷൻ ഇല്ലെങ്കിൽ പൊറുക്കപ്പെടാത്ത പാപങ്ങൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി. അപ്പൊ ഈ ടെൻഷൻ അടിച്ചത് ലാഭല്ലേ? ജോലി കിട്ടാതെ നടന്നത് ലാഭമാണ്, കിട്ടിയത് ലാഭമാണ്. എന്താണ് ഇസ്ലാം? ഇവരൊക്കെ ഇസ്ലാം പരിഗണിച്ചില്ലേ? ജോലി ഇല്ലാത്തവരെ പരിഗണിച്ചു, ഇന്റർവ്യൂക്ക് ഫെയിലായവനെ പരിഗണിച്ചു, ഇന്റർവ്യൂ കിട്ടിയവനെ പരിഗണിച്ചു, കച്ചവടക്കാരനെ പരിഗണിച്ചു, വാങ്ങുന്നവനെ പരിഗണിച്ചു. എല്ലാം ഇതല്ലേ അള്ളാഹുവിന്റെ ഇസ്ലാം, ഇതല്ലേ അള്ളാഹുവിന്റെ ദീൻ. എന്തൊരു അത്ഭുതമാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോ, സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അതിലെ കടന്നുപോയി. മഹാനായ ഇമാം തബറാനി അവരുടെ 3 മആജിമിനെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, സ്വഹീഹായ ഹദീസ്. ഒരു ചെറുപ്പക്കാരൻ, ദീ ജൽദിൻ വഖുവ, നല്ല മസിലും ശരീരവുമുള്ള ഒരു ചെറുപ്പക്കാരൻ, 6 പാക്ക്. ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ കൂലി കിട്ടുന്ന ഞാൻ പറയാൻ പോണത്. അതിനൊക്കെ കൂലുണ്ട്. എപ്പന്നറിയോ? നിങ്ങൾ അള്ളാന്റെ വഴിയിലാണ് ജിം ചെയ്താൽ, നിങ്ങൾ പിശാചിന്റെ വഴിയിലാണ് ചില നേരത്തെ. അത് എപ്പോഴാണെന്ന് പറഞ്ഞിരുന്ന ഹദീസാണിത്. അപ്പൊ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അതിൽ നിങ്ങൾ കടന്നുപോയി. ഇതൊക്കെ നമുക്ക് പഠിക്കാനല്ലേ അള്ളാഹു അത്തരം ഹദീസുകളുടെ സാഹചര്യം സൃഷ്ടിച്ചത്? ഒരു ചെറുപ്പക്കാരൻ, നല്ല മസിലൊക്കെ ഉള്ള ചെറുപ്പക്കാർ. അത്യാവശ്യം മസിലൊക്കെ ഉണ്ടാകുമ്പോ ടീഷർട്ടിന്റെ ആ കയ്യിന്റെ അതൊക്കെ ഇതുവരെ അങ്ങനെ ചുരുങ്ങിപ്പോവും. പിന്നീട് മുട്ടുവരെ ഒന്നും മറക്കൂല. ആ മസിൽ കാണണ്ടേ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ചെയ്തൊക്കെയും ഈ കോഴിമുട്ടയും പാലും കുടിച്ചൊക്കെ വെറുതെ ആയി പോയില്ലേ എന്നാ വിചാരം. ആ മസിൽ ഇങ്ങനെ കാണിക്കുമ്പോ കൽബിലൊരു കുളിർമ വരുന്നുണ്ടോ? അതുണ്ടെങ്കിൽ അതിന്റെ പേരാണ് കിബിർ. ചെയ്യണ്ട, എന്റെ മസിൽ തിരക്കേടില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടോ? ആ ഒരു എൻഫീൽഡ് ബുള്ളറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോ, ഇത് എനിക്കായിട്ട് പഠിച്ചതിന്റെ കമ്പനി, ഞാൻ തന്നെ ഇത് മരിക്കേണ്ടത്, എന്റെ തടി വേണോ, എന്റെ മസിലിനൊക്കെ പറ്റിയത് തന്നെ എന്ന് തോന്നുന്നുണ്ടോ? അഹങ്കാരം എന്ന അതിന്റെ പേര്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അത് തോന്നണ്ട. മസിലൊക്കെ ഉണ്ടായിക്കോട്ടെ, ഖൽബ് അള്ളാഹുവിന് കൊടുക്കുക, അങ്ങേയറ്റം വിനയത്തിലും താഴ്മയിലും. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പൊ മനുഷ്യന്മാര് പലതും പറയുമല്ലോ. നമ്മൾ മുമ്പ് കൂടെ നല്ല മസിൽ ഒരു ചെറുപ്പക്കാരനെ പോയി നമ്മൾ ഒരേ ഡയലോഗും പറയില്ല. ഇപ്പൊ ഇരുന്നോലൊക്കെ മോന്റെ ഒരു മസില്, മോന്റെ വിചാരം ഇപ്പൊ വലിയ സംഭവം, പഞ്ച ഒലിച്ചു പോകും എന്റെ മസില്, ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ പറയൂലേ. സ്വഹാബത്ത് അത്രയൊന്നും പറഞ്ഞിട്ടില്ല. ഓലെന്താ പറഞ്ഞെന്നറിയോ? അപ്പൊ സ്വഹാബികൾ ഒരു വാക്ക് പറഞ്ഞു, ഭയങ്കര രസകരമായ ഹദീസ്. വൈഹു ഹാദാ ലൗ കാന ശബാബുഹു വജലദുഹു ഫീ സബീലില്ലാഹ്. എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം? ഇവന്റെ ഈ മസിലുകളും ഇവന്റെ ആരോഗ്യവും ഒക്കെ അള്ളാഹുവിന്റെ വഴിയിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം? ഈ മസിൽ കാണിച്ച് നടക്കുന്ന ഇവനൊക്കെ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം? അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധത്തിന് വന്നാലല്ലേ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ എന്നൊക്കെ. അത് ആ സാഹചര്യങ്ങളാണ്, യുദ്ധമുള്ള കാലമാണ്. അപ്പൊ അവരങ്ങനെ പറഞ്ഞു, മസിൽ കാണിച്ച് നടന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വരണ്ടേ. തങ്ങളിത് കേട്ടു. ഇങ്ങനെ നല്ല മസിലുള്ള ഒരാൾ പോയി ഇവരൊക്കെ പറഞ്ഞു, ഈ മസിലൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം? നബി തങ്ങൾ പറയുകയാണ്, ലാ തഖൂലു ഹാദാ, നിങ്ങളിത് പറയരുത് സ്വഹാബത്തെ. ഫഇന്നഹു, ഈ ചെറുപ്പക്കാരൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, ഇൻ കാന യസ്ആ അലാ നഫ്സിഹി ലിയകുഫഹാ അനിൽ മസ്അല യുഗ്നിഹാ അനിൻ നാസ്, ആളുകളോട് യാചിച്ചു നടക്കാതെ സ്വന്തമായൊരു ജോലി ചെയ്ത് സമ്പാദിക്കാനാണ് ഇവൻ ഈ പോകുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, ഇവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ഇവൻ പോകുന്നത്? സ്വന്തം അധ്വാനിക്കാനാണ്. അധ്വാനിക്കാതെ നടന്ന അവന് നാട്ടുകാർ നോക്കണ്ടേ?
ആളുകൾക്ക് ഭാരമായില്ലേ? യാചന ഇല്ലാതിരിക്കാൻ, ആളുകൾക്ക് ഭാരമാവാതിരിക്കാൻ, സ്വന്തം ശരീരത്തിന് ആവശ്യമുള്ളത് വാങ്ങാൻ, അവന്റെ ഭക്ഷണം, അവന്റെ വെള്ളം, അവന്റെ വസ്ത്രം, ഇതിനൊക്കെയുള്ള കാശുണ്ടാക്കാൻ അവൻ അധ്വാനിക്കാൻ ഇറങ്ങിയ ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറഞ്ഞു കൊടുത്തു. ഇൻകാന യസ്ആ അലാ അബവൈനി ളഈഫൈൻ, വളരെ പാവപ്പെട്ട പ്രായമായ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടായിരിക്കെ ആ ഉമ്മാക്കും വാപ്പാക്കും മരുന്ന് മേടിച്ചു കൊടുക്കാൻ, അവർക്ക് ആവശ്യമായത് വാങ്ങിച്ചു കൊടുക്കാൻ ജോലി ചെയ്യാൻ പോയ ചെറുപ്പക്കാരനാണെങ്കിലോ, നിങ്ങൾ പറയാ, വെറുതെ ഇങ്ങോട്ട് പറയില്ലേ, അയാളുടെ നിയ്യത്ത് എന്താ നിങ്ങൾ അറിഞ്ഞോ? അയാളെ വീട്ടിൽ ചിലപ്പോൾ വയസ്സായ ഉമ്മയും വാപ്പയും കാണും, അവരെ നോക്കാൻ ജോലിക്ക് ഇറങ്ങിയതായിരിക്കും. വളരെ ദുർബലരായ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിരിക്കും, ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ, വാപ്പാക്കും ഉമ്മാക്കും മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ആണ് ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ്. സുഹാബത്തെ, അവൻ യുദ്ധം ചെയ്യുന്ന സുഹാബത്തിന്റെ കൂലിയിൽ തന്നെയാണ്. ഇനി അടുത്ത് പറയണം, ശ്രദ്ധിക്കാം. ഇനി ഇവൻ പുറത്തിറങ്ങുന്നത് ആളുകൾക്ക് തന്റെ മസിൽ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ, എനിക്ക് കുറെ ഉണ്ട് എന്ന് ആളുകളെ കാണിക്കാനും പൊലിമ കാണിക്കാനുമാണ് പുറത്തിറങ്ങിയത് എങ്കിൽ അവൻ പിശാചിന്റെ വഴിയിലാണെന്ന് റസൂലുള്ളാഹ്. അത്രേ പ്രശ്നമുള്ളൂ. മസിലിനൊന്നും കുഴപ്പമില്ല, പെണ്ണുങ്ങൾ പിന്നാലെ നടക്കാൻ ഈ മസിൽ ഉപയോഗിക്കല്ലേ, ആളുകളെ കാണിച്ച് ഞെട്ടിക്കാനും നടത്തല്ലേ, ഞാൻ ആരോഗ്യമുള്ള ആളാണെന്ന് നാട്യം, ഇതിന് നീ നടക്കല്ലേ, അതൊക്കെ പിശാചിന്റെ വഴിയാണ്. നിനക്ക് മസിലുണ്ടായി, ജോലി ചെയ്യാനാണ് നീ എക്സർസൈസ് ചെയ്ത്, ജോലി ചെയ്യാനാണ് നീ ഇതൊക്കെ ഈ പോക്ക് പോകുന്നത്, നിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനും മക്കൾക്ക് സംരക്ഷണം കൊടുക്കാനുമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിൽ നീ ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്ന ജിഹാദിന്റെ കൂലിയുള്ള പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നടക്കുമ്പോൾ ഒരാളെ കണ്ടു, ചോദിച്ചു, എന്താ പണി? അയാൾ പറഞ്ഞു, അതഅബ്ബദു, ഞാൻ ഫുൾ ടൈം പള്ളിയില്ല, ഒരു പണിയില്ല, നിസ്കരിച്ചിരിക്കല പണി. അപ്പൊ കുടുംബം ആരാ നോക്കണത്? അഹി, എന്റെ കൂട്ടുകാർ, എന്റെ സഹോദരന് ജോലിയുണ്ട്, അതുപോലെ ചെലവൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളോ? ഞാനൊരു പണി എടുക്കണില്ല, ഞാൻ പള്ളിയിലായിരിക്കണത്. ഈസ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി നമ്മുടെ ഹദീസിന്റെ കിതാബുകൾ കാണാം. എന്താ പറഞ്ഞെന്നറിയോ? അഖൂക അഅബദു മിൻക, നിന്റെ സഹോദരനാണ് നിങ്ങളെക്കാളും ഇബാദത്ത് ചെയ്യുന്നത്. പള്ളിയിലെ നിങ്ങളുടെ ഇബാദത്തിനേക്കാളും വലിയ ഇബാദത്താണ് മക്കളെ നോക്കാൻ വേണ്ടി അധ്വാനിക്കുന്നത്. നിങ്ങളുടെ അനുജനോ ജ്യേഷ്ഠനോ ആരാണോ നിങ്ങളെ ചെലവ് പുലർത്തുന്നത്, അയാളാണ് നിങ്ങളെക്കാളും ഇബാദത്ത് ചെയ്യുന്ന ആൾ. അപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്നവര്, പ്രവാസികള്, നാട്ടിൽ ജോലി ചെയ്യുന്നവര്, അവരുടെ ചെലവിലായി ഇവിടെ കഴിയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും വലിയ ഇബാദത്താണ് അവരവിടെ ചെയ്യുന്ന ജോലിയും ജോലിയുടെ ടെൻഷനുമെന്ന് മഹാനായ ഈസ നബി അലൈഹിസ്സലാം. ഇസ്ലാമിന്റെ പോളിസിയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ജോലി ലാഭമായില്ലേ? കച്ചവടം ചെയ്യുന്ന ലാഭമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലാ യഖഉദു അഹദുകും അൻ തലബിർ റിസ്ഖി, ജോലി അന്വേഷിക്കാതെ വീട്ടിലിരിക്കല്ലേ, ഒരു പണിയും ചെയ്യാതിരിക്കല്ലേ. യഖൂലു, ഓൻ പറയണെന്താ, അല്ലാഹുമ്മ അർസിഖ്നി, പടച്ചോനെ എനിക്ക് റിസ്ക് നീ താ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കല്ലേ. ഫഖദ് അലിംതും അന്ന അസ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ, ആകാശത്ത് നിന്ന് സ്വർണം വെള്ളി ഒന്നും ഇറങ്ങൂല, നിങ്ങൾക്കറിയില്ലേ? ജോലി ചെയ്യണം കേട്ടോ, വീട്ടിൽ വെറുതെ ഇരിക്കരുത്. ആര് പറഞ്ഞു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എക്സർസൈസ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. എക്സർസൈസ് ചെയ്യാൻ പാശ്ചാത്യന്മാരൊക്കെ 20-ാം വയസ്സ് മുതൽ ഓടാൻ തുടങ്ങും, മിനിമം. അതിന് മുമ്പേ തുടങ്ങും. നമ്മൾ ഓടാൻ തുടങ്ങും ട്രൗസർ ഇട്ടിട്ട് എപ്പോ? 40 വയസ്സ് കഴിഞ്ഞിട്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇനി ഓടാൻ ഞാൻ കാര്യം പോക്കാണ്. അപ്പൊ ട്രാക്ക് സൂട്ടൊക്കെ എടുത്തിട്ട് ഓടുകയാണ്. 40 കഴിഞ്ഞിട്ട് ആകെ ആരോഗ്യത്തെ പറ്റി ആലോചിക്കണ തന്നെ. അങ്ങനെ ആയിക്കൂടാ. എക്സർസൈസ് ചെയ്യണം. ഒരു ദിവസം കുറച്ചു നേരം അതിനും കൊടുക്കണം, എക്സർസൈസ് ചെയ്യണം. കാരണം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലിൻ ഖൈർ. ആരോഗ്യമുള്ള മുഅ്മിനാണ് ആരോഗ്യമില്ലാത്തവനേക്കാളും അല്ലാഹുവിന് ഇഷ്ടം. വഫീ കുല്ലിൻ ഖൈർ, രണ്ടാളിലും ഖൈറുണ്ട്.
ആരോഗ്യമില്ലാത്തവനും അള്ളാഹിന്റെ അടുത്ത് ഖൈറുണ്ട്. പക്ഷേ ആരോഗ്യമുള്ളവനെയാണ് അള്ളാഹുവിന് എത്രയും ഇഷ്ടമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൊളസ്ട്രോൾ ഇല്ലാത്ത മുഅ്മിനിനെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒബിസിറ്റി ഇല്ലാത്ത മുസ്ലിമിനെ അള്ളാഹുവിന് ഇഷ്ടമാണ്. കൊളസ്ട്രോളും ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നവൻ, അത് വരാതിരിക്കാൻ എക്സസൈസ് ചെയ്തവൻ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ, ആരോഗ്യമുള്ള ആണിനെ, പെണ്ണിനെ, ആരോഗ്യമുള്ള മുഅ്മിനിനെ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. വീടുകൾക്ക് സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, അധികം വീടുകൾക്ക് ഒരു ദിവസം ഒരു 10-15 പ്രാവശ്യം കയറിറങ്ങിയാൽ മതി. അത് കയറാതിരുന്നാൽ പിന്നെ മുട്ടുകാല് വളയില്ല. പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരോഗ്യം സൂക്ഷിക്കുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യമുള്ള മുഅ്മിനീങ്ങളാവണേ, അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ആരോഗ്യമില്ലാത്തവരിലും നന്മയുണ്ട്. വഫീ കുല്ലിൻ ഖൈർ. ആരോഗ്യം വേണം. അതിന് കുറച്ചു നേരം ദിവസം ചെലവഴിക്കണം. ഒരു അസറിന്റെ ശേഷം ഒന്ന് നടക്കുക, കുറച്ചു നേരം നടക്കാൻ പറ്റുന്നിടത്ത് ഒരു എക്സസൈസ്, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഒക്കെ അല്ലേ, ഇതൊക്കെ ചെയ്യൽ ഇസ്ലാമിന്റെ ഭാഗം. മുഅ്മിനെ, ഇതിനൊക്കെ കൂലിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കാണ്. ബഹുമാനപ്പെട്ടവര് നിസ്കരിച്ച് തളർന്നു. എന്നും നോമ്പന്നെ, സുന്നത്ത് നോമ്പ് തളർന്നു. ആ നേരം മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അവരോട് പറഞ്ഞ വാക്കാണ് സും വഅഫ്തിർ. നോമ്പെടുക്കണം. നോമ്പില്ലാത്ത അവസ്ഥയും വേണം. റമദാനിലല്ലോ സുന്നത്ത് നോമ്പ്, എന്നും നോമ്പ് വേണ്ട, കുറച്ച് ദിവസം നോമ്പെടുക്കാതെ നിൽക്കണം. വഖും വനം, എന്നു രാത്രി മുഴുവൻ നിസ്കാരം, അത് വേണ്ട, കുറച്ച് ഉറങ്ങിക്കോ. ഉറക്ക് വേണം, നിസ്കാരം വേണം, നോമ്പെടുക്കണം, എടുക്കാതിരിക്കണം. ഫഇന്ന ലിബദനിക അലൈക ഹഖ്ഖാ, നിന്റെ ശരീരം നോക്കൽ നിന്റെ ബാധ്യതയാണ്. വഇന്ന ലിഐനിക അലൈക ഹഖ്ഖാ, നിന്റെ കണ്ണിന് ഉറക്കം വേണം. ആ കണ്ണിന്റെ അവകാശം കൊടുത്തേ പറ്റൂ. ഉറങ്ങാതെ നടക്കരുത്, ഉറക്കൊഴിക്കരുത്. പിന്നെ നിങ്ങൾ ശരീരത്തെ തളർത്തരുത്. ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കണം. ശരീരം നശിപ്പിക്കല്ലേ എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ശരീരം നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി. എന്തൊരു മനോഹരമാണ് ഇസ്ലാം. ചെയ്യണം. അമ്പെയ്ത്ത് പഠിക്കാൻ പറഞ്ഞ് സ്കില്ലുകൾ വേണം. അമ്പെയ്ത്ത് പഠിക്കണം. മൻ അലിമ റമ്യ, അമ്പെയ്ത്ത് പഠിക്കുകയും അത് മറക്കുകയും ചെയ്തവൻ ഫഖദ് അസ്വാ അബൽ ഖാസിം, അല്ലാഹുവിന്റെ റസൂലിനെ എതിര് ചെയ്തു എന്ന് ഹദീസുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പഠിക്കണം. സ്കില്ലുകൾ വേണം, സ്കിൽസ് പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, കുല്ലു ഷൈഇൻ ലൈസ ഫീഹി ദിക്റുല്ലാഹി ഫഹുവ ലൈബുൻ വലഹ്വൻ. അല്ലാഹുവിനെ ഓർക്കാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പണിയും അനാവശ്യമായ എന്റർടൈൻമെന്റുകളും അനാവശ്യമായ കളികളുമാണ്. 4 ഒഴികെ. അതിൽ നിങ്ങൾ അല്ലാഹനെ ഓർത്തില്ലെങ്കിലും അത് നിങ്ങൾക്ക് കൂലി കിട്ടുന്ന വിഷയമാണ്. മുലാഅബത്തുർ റജുലി ഇംറഅതഹു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കൂടെ സമയം സല്ലപിച്ചു കഴിയുന്നത്. വതഅദീബുർ റജുലി ഫറസഹു, ഒരാൾ തന്റെ കുതിരയെ അച്ചടക്കം പഠിപ്പിക്കുന്നത്, ഹോഴ്സ് റൈഡിംഗ്. വമശീഹു ബൈനൽ ഗറളൈൻ, അമ്പെയ്ത്ത് പഠിക്കാൻ അമ്പിന്റെ എയിമിന്റെ ഇടയിലൂടെ നടക്കുന്ന നടത്തം. വതഅലീമുർ റജുലി സിബാഹ, നീന്തൽ പഠിക്കുന്നതും നിങ്ങൾക്ക് പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീന്തൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ മതമാണ്. എവിടെ? മക്കയിൽ ഒരു കുളമുണ്ടായിരുന്നില്ല, അതാണ് അത്ഭുതം. അവിടെ പുഴയില്ല, എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ, ഹഖ്ഖുൽ വലദി, ഒരു കുട്ടിക്ക് അവകാശമാണ്, അൻ യുഅല്ലിമഹുൽ കിതാബ, കുട്ടിയെ എഴുത്ത് പഠിപ്പിക്കണം. സ്കൂളിൽ പറഞ്ഞേക്കൽ നിങ്ങൾ ചെയ്യുന്ന ബാധ്യതയാണ്. വസ്സിബാഹ, നീന്തൽ, സ്വിമ്മിംഗ്, നീന്തൽ പഠിപ്പിക്കണം. വറമ്യ, അമ്പെയ്ത്ത്, ആർച്ചറി എന്ന് പറയാം, അമ്പെയ്ത്തിന് ആർച്ചറി പഠിപ്പിക്കണം. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഇത് മക്കളെ പഠിപ്പിക്കൽ വാപ്പയുടെ ബാധ്യതയാണ്. ഇങ്ങനെ പറഞ്ഞൊരു ദീനുണ്ടോ? തടി നോക്കണം എന്നല്ലേ പറയുന്നത്. ഇതിനൊക്കെ കൂലിയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നീന്തിയിട്ടുണ്ട്. ആമിന ബീവി റളിയല്ലാഹു അൻഹ 6 വയസ്സുള്ള നബിയെ കൊണ്ട് മദീനയിലേക്ക് കൊണ്ടുപോയി അമ്മായിമാരെ, മൂത്തമ്മമാരെ, ഇളാമ്മമാരെ കാണിച്ചു കൊടുക്കാൻ. ആ നേരത്ത് മദീനയിലെ ഒരു കുളത്തിൽ നീന്തിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വർഷങ്ങൾക്ക് ശേഷം ഹിജ്റ ചെയ്ത് മദീനത്തേക്ക് വന്നപ്പോൾ ദാറു താബിഈലേക്ക് നോക്കി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇവിടെയാണ് എന്റെ ഉപ്പ മറവ് ചെയ്യപ്പെട്ട സ്ഥലം. ഇതിനരികത്തുള്ള ഈ കുളത്തിൽ എന്റെ ഉമ്മയുടെ കൂടെ വന്നപ്പോൾ ഞാൻ നീന്തിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും നീന്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി. നീന്തിയ കുളമാകട്ടെ അദീ ഇബ്നു ബനി നജ്ജാറിന്റെ കുളമായിരുന്നുവെന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ ഓർത്തെടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീന്തുന്നത് അല്ലാഹുവിന് വേണ്ടി, ആരോഗ്യമുള്ള തടിയാവാൻ വേണ്ടിയാണ് നീന്തുന്നതെങ്കിൽ നീന്തൽ നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന കർമ്മത്തിലേക്ക്, ഷെഡ്യൂളിലേക്ക് വെച്ചോ, അത് നിങ്ങൾക്ക് കൂലിയുണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ സുന്നത്താണത്. ഇമാം സർഖാനി തങ്ങൾ മവാഹിബുൽ ലദുന്നിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങളും അവിടുത്തെ സ്വഹാബികളും മദീനയിൽ ഒരു കുളത്തിൽ ഇങ്ങനെ നീന്തുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നമുക്കൊന്ന് നീന്തി കളിക്കാമല്ലോ. നീന്തി കളിക്കൂലേ കുളത്തിലൊക്കെ? എന്നൊക്കെ ആർക്കാ കുളിക്കാൻ പറ്റിയ കുളമല്ല. ഒന്നതിന് നേരമല്ല. പിന്നെ എന്തിനാ ഇപ്പൊ നേരം? സൽക്കാരത്തിനും കല്യാണത്തിനും പോകാം, വേറെ ഒരു പണിക്കും നേരമല്ല. തിന്നെ നബി തങ്ങൾ പറഞ്ഞു, കുളത്തിൽ ഇറങ്ങിയിട്ട് സ്വഹാബികളോട് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് അവിടെന്ന് പറയാണ്, യസ്ബഹു കുല്ലു റജുലിൻ ഇലാ സാഹിബിഹി, ഒരു കൂട്ടർ അപ്പുറത്ത് ഒരു കൂട്ടർ ഇപ്പുറത്ത്, ഓരോരുത്തരും അവനവന്റെ കൂട്ടുകാരിലേക്ക് നീന്തട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നീന്തി നബിതങ്ങളും സ്വഹാബികളും നീന്തി. നബിതങ്ങൾ നീന്തി അടുത്തത് ആരുടെ മുമ്പിലേക്കെന്നറിയുമോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക്. സിദ്ദീഖ് തങ്ങളെ ഫആനകഹു, അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഹബീബ് പറയുകയാണ്, അന വസാഹിബി, ഞാനും എന്റെ കൂട്ടുകാരനും, ഞാനും എന്റെ കൂട്ടുകാരനും ഇതാ ഒത്തിരിക്കുകയാണ്, ഞാനും എന്റെ കൂട്ടുകാരനും ഇതാ അടുത്തിരിക്കുകയാണെന്ന് കൂട്ടുകാരിലേക്ക് നീന്താൻ മത്സരിപ്പിച്ച നബിയാണ് മുഅ്മിനെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. നീന്തലിന് കൂലില്ലേ? ചെയ്യണമെന്നായി പഠിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങളോട് രണ്ടുപേരും ഇഹ്റാം ചെയ്തിരിക്കെ പറഞ്ഞു, ഇബ്നു അബ്ബാസ്, നമുക്ക് ആരാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ ശ്വാസം പിടിച്ചിരിക്കുന്നതെന്ന് നോക്കാമല്ലോ. കുളത്തിൽ അങ്ങനെയൊക്കെ കളി ഉണ്ടായിരുന്നു അല്ലേ? ഉമർ തങ്ങൾ പറഞ്ഞു, തആൽ ഉബാഖീക ഫിൽ മാ അയ്യുനാ അത്വലു നഫസാ, ആർക്കാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങൾ വരി ഇബ്നു അബ്ബാസ്, നമുക്കൊന്ന് മുങ്ങി ശ്വാസം പിടിച്ചു നോക്കാമെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, നബി തങ്ങളുടെ മൂത്താപ്പയുടെ മകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ലിഫ്റ്റിംഗ് ആണല്ലോ ഇന്നത്തെ എക്സർസൈസ്. വെയിറ്റ് ലിഫ്റ്റിംഗ് അറബിയിൽ അതിന് പറയുന്ന പേര് റബ്അ എന്നാണ്. റബിഅ എന്നൊക്കെ പറഞ്ഞാൽ, റബിഅ അറബിയുടെ പേരുണ്ട്, റബിഅ മർബൂഅ്. ഈ വെയിറ്റ് അന്ന് കല്ലേ ഉള്ളൂ. ഇന്നലെ നമ്മൾ മെറ്റലിന്റെ ബോളുകളും അതുപോലെ റിങ്ങൊക്കെ ആക്കിയത്, അന്ന് കല്ല പൂക്കുക. അങ്ങനെ വെയിറ്റ് ലിഫ്റ്റിംഗ് അറബികളിൽ ആദ്യമായി കൊണ്ടുവന്നത് ഒരു സ്വഹാബിയാണെന്നറിയണം. അത് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ജാബിർ തങ്ങളാണ് അറബ് ലോകത്ത് ആദ്യമായി വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നത്. റസൂലിന് ഇഷ്ടമായിരുന്നു. സ്വഹാബികൾ ചെയ്ത് എന്തേ? ആരോഗ്യം ഉണ്ടാവണം, ആരോഗ്യം വേണം. കളിച്ചോളൂ, ഒരു കുഴപ്പമില്ല, ഫുട്ബോളോ കളിച്ചോളൂ, ഒരൊറ്റ കണ്ടീഷൻ, കാലിന്റെ മുട്ട് മറക്കണം. നിങ്ങൾ എന്ത് ജേഴ്സി ഇട്ട് അണിഞ്ഞോ ഇറങ്ങിയോ അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. ഹലാലിനെ പറ്റി ഹറാം എന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ ഏത് ജേഴ്സി ഇട്ടോ അതിനൊന്നും കുഴപ്പമില്ല. മുട്ട് മറയുന്ന ട്രൗസർ ആയിരിക്കണം. മുട്ടുകാല് കാണും, കാലിന്റെ തുട കാണരുത്. അങ്ങനെ നിങ്ങൾ എന്ത് കളിയും കളിച്ചോളി. പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം ശരീരം മുഴുവനും മറക്കണേ, അത് വേറെ വിഷയം. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമുള്ളിടത്ത് അവരുടെ ജോലി സമയത്ത് വെളിവാകുന്നൊക്കെ വെളിവാകാൻ പ്രയാസമില്ല. ആണുങ്ങളുടെ മുമ്പിലല്ലേ ആണുങ്ങൾ കളിക്കുകയാണ്, അധികം ആണുങ്ങളല്ലേ കളിച്ചു നടക്കുന്നത്. ഇനി ഈ കളിക്കുന്ന കളിക്കാർ മുസ്ലിമാണെന്ന് ഗാലറിയിൽ വരാതെ തന്നെ നോക്കിക്കാണാൻ പറ്റണം. നോക്കിയാൽ മനസ്സിലാണ് ഇത് മുസ്ലിം കുട്ടികളായി കളിക്കുന്നത്. കണ്ടില്ലേ, ഔറത്ത് മറച്ചിട്ടുണ്ട്. അങ്ങനത്തെ കളിക്കാർ നിസ്കാരം കളാക്കരുത്. ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യം വേണം. അങ്ങനെ നിങ്ങൾ കളിച്ചു, ആ കളി നിങ്ങൾക്ക് ഇബാദത്താണ്. ആ കളി നിങ്ങൾക്ക് ഇബാദത്താണ്. ഇതൊക്കെ ഒരു ദിവസത്തിൽ ഇതൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ മുതലാക്കാൻ പറ്റും. ഔറത്ത് കാണിക്കരുത്. ലാ തക്ഷിഫ് ഫഖിദക, നിന്റെ കാലിന്റെ തുട നീ പ്രത്യക്ഷപ്പെടുത്തരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുടി നമ്മുടെ തുണി മടക്കിയെടുക്കുന്ന സമയത്ത് കാലിന്റെ മുകൾ ഭാഗം കാണിക്കരുത്.
ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകാൻ പറ്റുമോ? ഗാലറി ഇരിക്കാൻ പറ്റുമോ ഉസ്താദേ? മസല എന്താണ്? ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക. ഫുട്ബോൾ കളിക്കാൻ പോകാൻ പറ്റുമോ ഇല്ലയോ? ഉസ്താദ് ഇപ്പൊ പറഞ്ഞു തന്നെ പറ്റുമോ അല്ലെ നിങ്ങൾ വിടൂല? ഒരു ഉദാഹരണം പറയാൻ ഒരാൾ ചോദിച്ചു. ഈ ഹദീസ് അതിന്റെ മറുപടി നിങ്ങൾ തീരുമാനിക്കാം. ആണിനോട് പുരുഷനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്, നിങ്ങൾ കാലിന്റെ തുട കാണിച്ചു കൊടുക്കല്ലേ. വലാ തൻദുർ, നിങ്ങൾ നോക്കരുത്. ഇലാ ഫഖിദി ഹയ്യിൻ ഔ മയ്യിത്തിൻ വലാ മയ്യിത്തിൻ, മരിച്ചാളിന്റെയോ ജീവിച്ചിരിക്കുന്ന ആളിന്റെയോ കാൽ തുടയിലേക്ക് നോക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇപ്പൊ മസാല? അല്ലാ, ഈ വേദന ഇങ്ങനെ പറയുമെങ്കിൽ ഞാൻ വരൂലായിരുന്നു അല്ലേ? അങ്ങനെ ചില കളിക്കാരും ചില കളിയുടെ ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിരല് കടിക്കുന്നുണ്ടാവും. പഠിച്ചോനെ, മൂല്യര് പറഞ്ഞപ്പോ കളി നിർത്തേണ്ടി വരുമല്ലോ. അല്ലല്ല, കളി നിർത്തണ്ടേ. പ്ലേയേഴ്സ് എന്ത് ചെയ്യാ? കാലിന്റെ തുടമറയുന്ന ട്രൗസർ ഇട്ടിട്ട് കളിക്കുക. എത്രയല്ലേ വേണ്ടുള്ളൂ. അതിനിപ്പോ എത്ര ഒരു 1 ഇഞ്ച് 2 ഇഞ്ച് താഴെ ഇറക്കാൻ ക്ലോത്തിന് എത്ര വില ഏറെ വരും? അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് സഹിച്ചൂടെ? പുണ്യം അതല്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടം അതല്ലേ. ഇൻഷാ അല്ലാഹ് ചെറുപ്പക്കാർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ? നിങ്ങൾ അങ്ങനെ കളിക്കും, അതിന് കൂലി ഉണ്ടാവും. നിസ്കാരം ഖളാക്കരുത്. സമയം വളരെ വിലപ്പെട്ടതാണ്, സമയം നഷ്ടപ്പെടുത്തരുത്. തമുറു ബിനൽ അയ്യാമു തത്റാ വഇന്നമാ നുസാഖു ഇലൽ ആജാലി വൽ ഐനു നാദിറു. മരിച്ചിങ്ങനെ പോവാണ്, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആഹ് ക്യാ ആയേ റിയാസേ ദഹർ മേ ഹം ക്യാ ഗയേ ജിന്ദഗി കി ഷാഖ് മേ ഫൂട്ടേ ഖിലേ മുർജാ ഗയേ. സമയം കളിച്ചു കൊല്ലരുത്. സമയം വിലപ്പെട്ടതാണ്. അത് അല്ലാഹു അനുവദിച്ച ഹലാലിലെ ചെലവഴിക്കാവൂ. ഏത് കളിയും എന്തും അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. നിങ്ങൾ സമയം കൊല്ലുന്ന പണിയാവരുത്. ഉപകാരം വേണം. കളി കണ്ടിരിക്കുന്നത് ഒരു പാസീവ് എക്സസൈസാണ്. കളിക്കുന്നവന് നല്ല ആരോഗ്യമാണ്. പക്ഷെ ഈ കളി കണ്ടിരിക്കുന്ന ക്രിക്കറ്റ് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പാസീവ്, വെരി പാസീവ്. അത് നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക. നിങ്ങൾ കളിക്കും, ആരോഗ്യത്തോടു കൂടി ആരോഗ്യം ഉണ്ടാവട്ടെ. നല്ല കളിയും നല്ല കാര്യങ്ങളും ഇസ്ലാം സ്കിൽസുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നല്ലത്, ഉപകാരമുള്ളത്. രസകരമായൊരു സംഭവം നടന്നിട്ടുണ്ട്. മഹാനായ അബൂ ജഅഫറുൽ മൻസൂർ, മഹാനായ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്ന ഒരു ഭരണാധികാരി, മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയ മഹാനായ ഭരണാധികാരി, ഇറാഖ് ഭരിച്ച ഭരണാധികാരി. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഒരാൾ അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതാ. കാശ് വാങ്ങിക്കാൻ അന്ന് രാജാക്കന്മാർ പൈസ കൊടുക്കും. അയാൾ പറഞ്ഞു, അബൂ മൻസൂർ ഖലീഫ, എനിക്കൊരു ഭയങ്കര സ്കിൽസ് ഉണ്ട്. ഈ റോഡ് സൈഡിലൊക്കെ സർക്കസ് കാണൂല എന്ന പോലെ ഒരാൾ വന്നതാ. എന്താണെന്നറിയോ? അയാൾ ഒരു 10-20 പാത്രങ്ങൾ ഇങ്ങനെ ഇട്ട് കളിക്കുക, ഒന്നും താഴെ വീഴാതെ. ചില ബോളുകളിട്ട് ഇങ്ങനെ കളിക്കാറുണ്ടല്ലോ. 10-20 പാത്രങ്ങൾ കുറെ നേരം ഇയാൾ ഇങ്ങനെ വായുവിലിട്ടിട്ട് താഴെ വീഴാതെ. ഭയങ്കര സ്കിൽ. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്, ഒന്നുകൂടെ ഉണ്ട് എന്റെ കയ്യിൽ. ഒരു സൂചി എടുത്തു, ആ സൂചി താഴെ ഇട്ടു. അടുത്ത സൂചി ഒരൊറ്റ ഏറ് കൊണ്ടത് ആ സൂചിയുടെ തുളയിൽ. വേറൊരു സൂചി ഇട്ടു, 4ാമത്തെ സൂചി കൊണ്ട് എറിഞ്ഞു. 3 അതും കൊണ്ടു ആ സൂചിയുടെ തുളയിലേക്ക്. ഇങ്ങനെ താഴെ ഒരു സൂചി, മേലെ ഒന്ന്, ഇങ്ങനെ 100 സൂചി എറിഞ്ഞു. 100 സൂചി. അങ്ങനത്തെ സ്കില്ലൊക്കെ പാരം ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടില്. സൂചി എറിഞ്ഞിട്ട് ജനങ്ങളൊക്കെ എല്ലാരും ഭയങ്കര അത്ഭുതം. പടച്ചോനെ, തരക്കേടില്ലല്ലോ. ഖലീഫ മൻസൂർ ചോദിച്ചു, കളി കഴിഞ്ഞു എന്ന് ചോദിച്ചു. കളി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, ഇയാൾക്ക് കൊടുത്തേക്കണം 1000 ദിർഹമിൻ, 1000 ദിർഹം വെള്ളി നാണയം സമ്മാനം കൊടുക്കി. 100 അടി കൊടുക്കി എന്ന് പറഞ്ഞു. എന്തിനാണ് അടി? 1000 ദിർഹം കിട്ടിയത് മനസ്സിലായി. 100 അടി അടിക്കാൻ വേണ്ടി പറഞ്ഞു. എന്തിനാണെന്നറിയോ? لأنه أضاع وقت المسلمين فيما لا يفيدهم ولا ينفعهم. മുസ്ലിമീങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു പണി ചെയ്തിട്ട് അവരെ സമയം കളഞ്ഞിട്ടുണ്ട്. കൊടുക്കി 100 അടിവന്. മഹാനായ മൻസൂർ, ഖലീഫ മൻസൂർ എന്നവർ മഹാൻപുറുകൾ അവർക്ക് ഉത്തരവിടുകയാണ്. 100 അടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനത്തെ സർക്കസൊക്കെ എത്ര ആൾക്കാർ ചെയ്ത് നടക്കേണ്ട ഒരു പണിയില്ലാതെ. മുസ്ലിമീങ്ങളുടെ സമയം കളഞ്ഞ പണിയാ. എന്റെ സ്കിൽസിന് ഞാൻ തരാം 1000 ദിർഹം. പഠിച്ചു കുറെ സമയം ചെലവഴിച്ചില്ല. ഒരു മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ ഒരു വിഷയത്തിൽ മാസ്റ്ററി കിട്ടുള്ളൂ. അതിന് 1000 ദിർഹം.
പിന്നെ എന്തിനാ അടിയെന്നറിയോ? ഈ ഒരു കാര്യമില്ലാത്ത ഈ പണികളെ പഠിച്ചുണ്ടാക്കിയത്, നിനക്ക് എന്തെല്ലാം നല്ല കാര്യം ഈ സ്ഥാനത്ത് വേറെ ഉപകാരപ്പെടുന്ന പഠിക്കാമായിരുന്നു, അതിന് കിടക്കട്ടെ 100 അടിയൻ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് മൊത്തത്തിൽ ഒരു വിഷയം മനസ്സിലാക്കാനുള്ള ഒരു വാതിൽ തുറന്നു തരാൻ. ഏത് നമുക്ക് പറ്റും, ഏത് പറ്റില്ലെന്നറിയാൻ. സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി പറയട്ടെ. അവർ വീടുകളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ ചെയ്യുന്ന ജോലിയൊന്നും പുരുഷന്മാരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. അതൊന്നും ചെറുതായി കാണിക്കരുത്. അവർക്ക് അതിന് ഒരുപാട് കൂലിയുണ്ട്. നിങ്ങൾ ഭക്ഷണം വെക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കൂലിയാണ്. നിങ്ങളുടെ ഭർത്താവിനനുസരിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന കൂലി. ഒരു ദിവസം നിങ്ങളുടെ കഴിച്ചു കൂട്ടുന്ന അങ്ങനെയാണ്. കുട്ടികളെ അവർക്ക് പാല് കൊടുക്കും, കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഭയങ്കര കൂലിയുള്ള വിഷയമല്ലേ? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അതൊന്നും നമ്മളെ പണിയല്ല എന്ന് പറഞ്ഞ് ചിന്താമത വിളിച്ചിറങ്ങല്ലേ പെണ്ണുങ്ങളെ. ഫെമിനിസ്റ്റുകളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ചിന്തിക്കണം, മുസ്ലിമിന് അത് പറ്റൂല. എന്തേ കാരണം എന്നറിയോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബദ് തങ്ങളോട് പറഞ്ഞു, ഇബ്നു അബ്ബദേ, നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മോളായിരുന്നു അവരെ ഞാനാണ് കല്യാണം കഴിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? താബീനോട് പറഞ്ഞു കൊടുക്കുക. ഇബ്നു അബ്ബദ് റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഞാനും ഫാത്തിമ ബീവിയും എങ്ങനെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞു തരട്ടെയോ? പറഞ്ഞു തരിൻ. ഫാത്തിമ ബീവി ഇന്നഹാ ജറത് ബിർറഹാ ഹത്താ അത്ഥറത് ഫീ യദിഹാ. ഫാത്തിമ ബീവി ഗ്രൈൻഡർ പിടിച്ച് നടന്നിട്ട്, അന്ന് ആസുകല്ല് എന്നാണ് പറയാ, ആസുകല്ല് പിടിച്ച് നടന്നിട്ട് കൈകളിലൊക്കെ ബ്ലിസ്റ്റർ, കൈകളിലൊക്കെ മുറിവ് വന്നിട്ടുണ്ട്. എന്റെ ഭാര്യ രാജകീയമായ സുഖം അനുഭവിക്കാൻ പറ്റുമായിരുന്ന പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈകളിൽ മുറിവ്, വീട്ടുജോലി ചെയ്തിട്ട്. ജോലി ചെയ്തത് മോശമെന്ന് വിചാരിക്കരുത്. വീട്ടുജോലിക്കൊരു ഖാദിമിനാക്കാം, ഒരു സെർവന്റ് ആയിക്കോട്ടെ, ഒരു മെയ്ഡ് സെർവന്റ് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഹദീസായത്. വകനസത്തിൽ ബൈത, വീട് അടിച്ചു വാരിയിട്ടുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അവരുടെ പരിശുദ്ധമായ വസ്ത്രം പൊടി പിടിച്ചിട്ടുണ്ട്, വീടടിച്ചു വാരിയിട്ട്. നമുക്കൊക്കെ അങ്ങനെ അടിച്ചുവാരി പൊടിയുള്ള വല്ല അവസ്ഥ, മുറ്റടിച്ചു വാരണ്ടേ അല്ലേ? വീടിന്റെ അകത്തൊന്നും പൊടിയില്ലല്ലോ ഇന്നത്തെ കാലത്ത്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന് ഒരുപാട് അടിമ സ്ത്രീകളും അടിമകളും സമ്മാനമായി കിട്ടിയെന്ന് ഹുനൈൻ യുദ്ധം കഴിഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞു, ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങളൊന്ന് പോയി ചോദിക്കുമോ നമുക്കൊരടിമയെ തരാൻ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പോയി നബിയുടെ അടുത്തേക്ക്, വാപ്പയുടെ അടുത്തേക്ക്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെന്നപ്പോ ഫവജദത് ഇൻദഹു ഹദ്ദാഹൻ, വർത്തമാനം പറഞ്ഞ് തീരാത്ത ഒരാളെ ഞാൻ അവിടെ കണ്ടു. ഫാത്തിമ തിരിച്ചു പോന്നു. വർത്താനം കഴിഞ്ഞ് തീർന്നാലല്ലേ അടുത്തൊക്കെ കയറാൻ പറ്റുള്ളൂ. ഈ വർത്താനം പറഞ്ഞ് തീരാത്ത മനുഷ്യന്മാർ ശ്രദ്ധിക്കണേ, അത് വലിയൊരു വീക്ക്നെസ് ആണ്. വർത്താനൊക്കെ ചുരുക്കണം, സമയം മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സമയമൊക്കെ. നബി തങ്ങളുടെ മുമ്പിൽ വന്ന വർത്തമാനം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കുറെ നേരം കാത്തു തിരിച്ചു പോന്നു. ഇതറിഞ്ഞ നബി തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. അലി റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, അമാലകി ഹാജ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ഫസകതത്, ഫാത്തിമ ബീവി ഒന്നും പറഞ്ഞില്ല. അലി തങ്ങൾ പറഞ്ഞു, നബിയേ, ഫാത്തിമക്ക് പറയാൻ ഒരുപാടുണ്ട്, നാണം കൊണ്ട് പറയാതിരിക്കുകയാണ്. ഞാനത് പറഞ്ഞു തരട്ടെയോ നബിയേ? അവര് ആശുകല്ല് പിടിച്ച് കയ്യിൽ മുറിവാണ്, വെള്ളം ചുമന്നു കൊണ്ടുവന്നിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് ഓടി നടക്കുന്ന പെൺകുട്ടി, നീ ഇതൊന്ന് കേൾക്കണേ. ഭർത്താവ് അയച്ചു തരുന്ന പൈസ എങ്ങനെയെങ്കിലും ചെലവാക്കി തീർക്കാൻ വെമ്പൽ കൊള്ളുന്ന കുടുംബിനിയെ, നീ ഇതൊന്ന് കേൾക്കണേ. വെള്ളം കൊണ്ടുവരുന്ന തോൽപാത്രം തോളിൽ വെച്ച് ചുമന്ന് കൊണ്ടുവന്നിട്ട് കഴുത്തിൽ കല വീണിട്ടുണ്ട്, മുറിവ് വന്നിട്ടുണ്ട്. പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് നബിയേ, അതുകൊണ്ട് അങ്ങേക്ക് ലഭിച്ച അടിമകളിൽ ഏതെങ്കിലും ഒരാളെ സഹായത്തിന് കൊടുത്താൽ ഈ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുമല്ലോ. നോക്കണം, പ്രയാസം നീങ്ങാനായി വന്നത് ആർഭാടത്തിനല്ല വന്നത്, പ്രയാസം നീങ്ങാൻ.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഉമ്മമാർ കേൾക്കണം. നിങ്ങൾ ചെയ്യുന്ന ജോലി ചെറുതല്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസാണിത്. നിങ്ങൾ വീടിന്റെ ഉള്ളിൽ ചെയ്യുന്ന ജോലികൾക്ക് അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും. എന്തേന്നറിയോ? ഇത് നിങ്ങൾ റസൂലിനെ അനുസരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ നിങ്ങൾ ചെയ്യുന്നത് വീടുകളിൽ. ഇത്തഖില്ലാഹ യാ ഫാത്തിമ, മോളെ ഫാത്തിമ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ ഫാത്തിമ. വഅത്തി ഫരീളത റബ്ബികി, അല്ലാഹു എന്താണോ നിർബന്ധമാക്കിയത് അതൊക്കെ നിങ്ങൾ ചെയ്തു വീട്ടണം മോളെ. വഅമലി അമല അഹ്ലികി, നിങ്ങളുടെ വീട്ടുകാരുടെ ജോലികൾ നിങ്ങൾ ചെയ്തു കൊടുക്കണേ. വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്യണേ. അമല അഹ്ലികി, ഭർത്താവിന്റെ വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്തു കൊടുക്കണേ. വഹ്മദി വഇദാ അഖൽതി മൽജഅകി, നിങ്ങൾ കിടന്നുറങ്ങാൻ ചെന്നാൽ മോളെ നിങ്ങൾ പറയണം, മോനെ അലിയെ നിങ്ങൾ പറയണം, ഫസബ്ബിഹി 33 വഹ്മദി 33 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും വകബ്ബിരി 34 34 തവണ അല്ലാഹു അക്ബറും ചൊല്ലി 100 പൂർത്തിയാക്കിയിട്ടേ മോളെ നിങ്ങൾ ഉറങ്ങാവൂ. ഫതിൽകൽ മിഅ ഫഹിയ ഖൈറുൽ ലകി മിനൽ ഖാദിമി, നിങ്ങൾ ചോദിച്ചു വന്ന വേലക്കാരനെക്കാളും വേലക്കാരിയെക്കാളും നിങ്ങൾക്ക് ഖൈറ് തസ്ബീഹ് ചൊല്ലലും അല്ലാഹു പറഞ്ഞത് ചെയ്യലും നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലെ ജോലി ചെയ്യലുമാണെന്ന് മോളോട് പഠിപ്പിച്ചു കൊടുത്ത നബിയാണ് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടുകൊണ്ട് മകൾ പറഞ്ഞു, റളീതു അനില്ലാഹി വഅൻ റസൂലിഹി, അല്ലാഹുവിനെയും റസൂലിനെയും എനിക്ക് എമ്പാടും ഇഷ്ടമാണെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അബൂ ദാവൂദ് റഹിമഹുമുല്ലാഹ്. അതുകൊണ്ട് പെണ്ണെ, നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്. ഒരു ദിവസം നിങ്ങൾ കഴിച്ചു കൂട്ടുന്ന വീട്ടുജോലി അല്ലാഹുവിന് പൊരുത്തമാണ്. ഭർത്താവിന്റെ വീട് അത് കണ്ണൂർക്കാർക്ക് ബാധകല്ലല്ലോ ഉസ്താദേ, അല്ലേ? അതിനിപ്പോ ഒരു വേറെ പറയാണ്ട്, നിങ്ങൾ പറഞ്ഞാൽ പിന്നെ പോകാൻ വിടൂല നിങ്ങൾ. പക്ഷെ ഒരൊറ്റ ഹദീസ് പറയാൻ, അൽ മർഅതു വൽ മർഅതു റാഇയത്തുൻ അലാ അഹ്ലി ബൈതി സൗജിഹാ വ വലദിഹി, നിങ്ങളുടെ ഒരു പെണ്ണ്, കല്യാണം കഴിച്ചു പോകുന്ന പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെ റാഇയത്തുൻ, അവൾ ഉടമസ്ഥയാണ്, അവൾക്ക് അധികാരമുണ്ട്. അലാ അഹ്ലി ബൈതി സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വീട്ടുകാരിൽ ഉത്തരവാദിത്വമുള്ള ആളാണ് കല്യാണം കഴിഞ്ഞു പോകുന്ന പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താ പിന്നെ അർത്ഥം? വവലദിഹി, ഭർത്താവിന്റെ മക്കളുടെ വിഷയത്തിലും പെണ്ണിന് അധികാരമുണ്ട്. അതുകൊണ്ട് തന്റെ കീഴിലുള്ള വിഷയങ്ങൾ ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തൽ ഒരു പെണ്ണിന്റെ ബാധ്യതയാണ്. ഇപ്പൊ എവിടെയാ പെണ്ണ് പോയി നിൽക്കേണ്ടത്? ഭർത്താവിന്റെ വീട്ടിലാണ്. ഇപ്പോഴൊന്നും മാറ്റണ്ട, ഇത് സിസ്റ്റൊന്നും ഞാൻ വിചാരിച്ചാൽ നടക്കൂല. ഞങ്ങൾക്ക് പറഞ്ഞുതരാണ്, മെല്ലെ എന്ത് ചെയ്യണം. അതിന് കുറച്ച് സൗകര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്കുണ്ട്, അതിന് കുറച്ച് അസൗകര്യങ്ങൾ ആണുങ്ങൾക്കുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്വാപ്പ് ചെയ്തിട്ട് നബി തങ്ങളുടെ ആ ചര്യയിലേക്ക് നമുക്ക് മെല്ലെ അങ്ങോട്ട് മാറാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങളൊന്നും ഇതിന് ആമീൻ പറയൂല. ആണുങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളി, നിങ്ങൾ പറഞ്ഞോളി പെണ്ണുങ്ങളെ, അതിൽ ഖൈറുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ ജീവിതം ഖൈറാക്കി തരുമാറാകട്ടെ. ഒരു ദിവസം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ നന്മകളെല്ലാം മുഴുവനാക്കിയെടുത്ത് ഒരുപാട് നന്മകൾ, ഒരുപാട് പുണ്യം മുസ്ലിമീങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഡെയിലി ജീവിതത്തിൽ വന്നു പോകുന്ന വിഷയം, ആരാണ് മുസ്ലിം നബിയെ? മനിൽ മുസ്ലിം, ആരാണ് മുസ്ലിം നബിയെ? നബിയുടെ മറുപടി, അൻ യുസ്ലിമ ഖൽബുക ലില്ലാഹ്, നിന്റെ ഹൃദയം നീ അല്ലാഹുവിന് കൊടുത്താൽ നീയാണ് മുസ്ലിം. വയസ്ലമൽ മുസ്ലിമൂന മിൻ ലിസാനിക വയദിക, നിന്റെ നാവിൽ നിന്നും നിന്റെ ആരോഗ്യത്തിൽ നിന്നും മുസ്ലിമീങ്ങൾക്ക് രക്ഷയുണ്ടെങ്കിൽ നീയാണ് മുസ്ലിം. നിന്നെ കണ്ടാൽ അവർക്കറിയാം ഇവൻ ഫിത്തനക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ നീ മുസ്ലിമല്ല സഹോദരാ, മുസ്ലിമായിട്ടില്ല. നിന്നെ കാണുമ്പോൾ ആളുകൾക്ക് പേടിയുണ്ട്, ഇവൻ ഫിത്തന ഉണ്ടാക്കുമോ? മുസ്ലിമായിട്ടില്ല സഹോദരാ, നീ മുസ്ലിമായിട്ടില്ല. ആർക്കും ഉപദ്രവം ചെയ്യാതെ ജീവിക്കിൻ, നാവ് കൊണ്ട് ഉപദ്രവം ചെയ്യല്ല, ആരോഗ്യം കൊണ്ട് ഉപദ്രവം ചെയ്യല്ലിൻ, അവനാണ് മുസ്ലിം. നിന്റെ ഹൃദയം അല്ലാഹുവിന് സമർപ്പിക്കിൻ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പ്രായമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ, അവരെ ബഹുമാനിക്കണം. ദീർഘായുസ് കിട്ടാനുള്ള ഒരു കാരണം ഇതാ,
പ്രായമുള്ള ഒരാളെ ഒരു ചെറുപ്പക്കാരൻ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, ഉപദേശിച്ചു തരാൻ അവകാശമുള്ളവരാണ് പ്രായമുള്ളവര്. അവര് പറയുമ്പോൾ ചെവി കൊടുത്ത് കേൾക്കണേ, ക്ഷമയോടുകൂടെ കേട്ടിരിക്കണേ, അനുസരിക്കണേ. ഒരു പ്രായമുള്ള ഒരാളെ ചെറുപ്പക്കാരൻ ബഹുമാനിച്ചാൽ തനിക്ക് പ്രായമാകുമ്പോൾ തന്നെ ബഹുമാനിക്കാൻ മറ്റൊരാളെ അള്ളാഹു തയ്യാർ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മഹുല്ലാഹ് അപഗ്രഥനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹിയയിൽ കാണാൻ പറ്റും. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത് ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. നിനക്ക് വാർദ്ധക്യം വരെ ആയുസ് വേണമെങ്കിൽ പ്രായമുള്ളവരെ ബഹുമാനിച്ചേക്കണം. നമുക്കത് ചെയ്യാൻ പറ്റൂലേ? പ്രായമുള്ളവരെ കാണില്ലേ, അവർക്ക് സഹായം ചെയ്തു കൊടുക്കിൻ, ഒന്ന് കൈപിടിച്ചു കൊടുക്കിൻ, അവരെ ഒന്ന് സഹായിച്ചു കൊടുക്കിൻ. ഇത് നിങ്ങൾക്ക് കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖപ്രസന്നത, ആളുകളെ മുഖം കറുപ്പിച്ചു നോക്കല്ലിൻ, മുഖത്ത് പ്രസന്നത വേണം, മുഖത്ത് പ്രസന്നത വേണം. അല്ലാഹു തആല അങ്ങനത്തെ മുഖം തരട്ടെ. അമുസ്ലിമിനോട് പോലും മുഖപ്രസന്നതയോടെ കാണാനില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുസ്ലിമീങ്ങളോട് വേണോ ഈ മുഖം ചുളിക്കലൊക്കെ? വേണ്ട. മുഖപ്രസന്നത കൊടുക്കിൻ. ഇസ്ലാഹു ദാത്തിൽ ബൈൻ, പരസ്പരമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കിൻ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ലൈസ ബികദാബിൻ മൻ അസ്ലഹ ബൈന ഥലൈനി ഫഖാല ഖൈറാ. നന്മ പറഞ്ഞുകൊണ്ട് മസ്ലഹത്ത് ഉണ്ടാക്കുന്ന ആൾ എന്തെങ്കിലും നുണ പറഞ്ഞു പോയാൽ പോലും അവൻ നുണ പറഞ്ഞവനല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്പരം ഫിത്നയുള്ള പ്രശ്നങ്ങളെ ഇടപെട്ട് നന്നാക്കിയെടുക്കുക. ബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ലാ യറൽ മുഅ്മിനു മിൻ അഖീഹി ഔറതൻ ഫയസ്തുറുഹാ അലൈഹി ഇല്ലാ ദഖലൽ ജന്ന. സ്വർഗ്ഗത്തിൽ കടക്കാൻ ഒരു വഴി ഇതാണ്. എന്തെങ്കിലും മോശപ്പെട്ട ഒന്ന് തന്റെ മുസ്ലിമായ സഹോദരൻ ചെയ്യുന്നത് കാണുകയോ അറിയുകയോ കേൾക്കുകയോ ചെയ്താൽ മറച്ചു കൊടുക്കിൻ, പരസ്യപ്പെടുത്തല്ലേ. ഡെയിലി ജീവിതത്തിൽ ഇതൊക്കെ വരില്ല. ആണുങ്ങളെ പെണ്ണുങ്ങളെ, കൂടെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പെണ്ണുങ്ങൾക്കും കൂടെയുള്ള ആണുങ്ങളെ കുറിച്ച് ആണുങ്ങൾക്കും എന്തെങ്കിലും മോശപ്പെട്ടത് അറിയുമെങ്കിൽ പരസ്യപ്പെടുത്തല്ലേ. നീ അത് വാട്സപ്പിലൂടെ പറഞ്ഞയക്കല്ല, ആളുകളുടെ മുമ്പിലേക്ക് അയക്കല്ല, നീ പരസ്യമായി യൂട്യൂബിലേക്ക് വല്ലതും പോസ്റ്റ് ചെയ്യല്ല, ഹറാം ചെയ്യല്ല സഹോദര. നീ മറച്ചു വെച്ചാൽ അള്ളാഹു നിന്റെ കാലിടർച്ചകൾ മുഴുവനും നാളെ പുറത്തു തരും. മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്. ഒരു മുസ്ലിമിന്റെ മോശപ്പെട്ടത് മറച്ചു വെച്ചാൽ അവനെ അള്ളാഹു മറച്ചു വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. നമുക്കിത് ചെയ്യാൻ പറ്റില്ലേ? കുല്ലു ഉമ്മതി മുആഫാ ഇല്ലൽ മുജാഹിരീൻ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹുവിനെ പേടിച്ച് നിങ്ങൾ സൂക്ഷിച്ചൊഴിവാക്കണമേ. തെറ്റ് ചെയ്യല്ല. തെറ്റ് സംഭവിച്ചു പോയാൽ പരസ്യപ്പെടുത്തരുത്. ഞാൻ ഇന്നലെ വ്യഭിചരിച്ചു വന്നോ, ഒരു പെണ്ണിന്റെ കൂടെ പോയി കടന്നു വന്നോ, നിന്റെ വ്യഭിചാരത്തിന്റെ നാറിയ കഥ മുസ്ലിമിന്റെ ചെവിയിലേക്ക് പറഞ്ഞു കൊടുക്കല്ലേ. കുല്ലു ഉമ്മതി മുആഫാ. എന്റെ ഉമ്മത്തികളിൽ തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ. തെറ്റ് ചെയ്തു പോയത് പരസ്യപ്പെടുത്തുന്ന ആളുകൾക്കൊഴികെ. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു പുറത്തു തരട്ടെ. രോഗികളെ സന്ദർശിക്കുവിൻ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രോഗികളെ സന്ദർശിക്കാൻ പറ്റില്ലേ? അല്ലാഹുവിനെ അവിടെ കാണുമെന്നാണ്. രോഗികളെ സന്ദർശിച്ചതിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ 1000 മലക്കുകൾ നിങ്ങൾക്ക് പൊറുക്കലിന് ചോദിക്കുമെന്നാണ്. രോഗിയെ സന്ദർശിച്ചാൽ ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അയൽവാസിക്ക് നന്മ ചെയ്യിൻ, കുടുംബ ബന്ധം ചേർത്തുവിൻ. ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു കിടക്കുമ്പോഴേക്കും ഒരുപാട് നന്മകളായി കിടക്കപ്പായിലേക്ക് കിടക്കാൻ ചെല്ലുമ്പോൾ ബിസ്മിക റബ്ബി, അല്ലാഹുവേ ഒരുപാട് നന്മ ഞാൻ ചെയ്തു റബ്ബേ. ബിസ്മിക റബ്ബി വദഅതു ജംബി. എന്റെ ശരീരം ഞാൻ ഇവിടെ കിടത്തട്ടെ അല്ലാഹ്. ഈ വിരിപ്പിലേക്ക്, ബെഡിലേക്ക്, പായിലേക്ക് ഞാൻ ചെരിഞ്ഞു കിടക്കുകയാണ്. വബിക അർഫഉഹു. നീ എങ്ങാനും സഹായിച്ചെങ്കിൽ മാത്രമേ ഈ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇന്നം സക്ത നഫ്സി ഫർഹംഹാ. എന്റെ ശരീരത്തെ നീ എങ്ങാനും പിടിച്ചു വെച്ച് എന്നെ ഈ ഉറക്കത്തിൽ മരിപ്പിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തോട് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഇനി നാളെ ഒരു നാളിലേക്ക് എനിക്ക് നീ ഇനിയും ജീവൻ തിരിച്ചു തരികയാണെങ്കിൽ ഫഹ്ഫളുഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. നിന്റെ സജ്ജനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പോലെ നീ എന്നെ സൂക്ഷിച്ചു തരേണമേ എന്ന് ചൊല്ലി കിടന്നുറങ്ങുന്ന മുസ്ലിമിന്റെ ഉറക്കത്തിന്റെ സമയം വരെ ആയിരക്കണക്കിന് നന്മ ചെയ്യാനുള്ള വഴിയല്ലേ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.